ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ വെറുതെ ഇരുന്നപ്പോഴാണ് എന്റെ അല്ല അതെ നമ്മളല്ല ചുമ്മാതാണ് നമ്മളല്ല മേടിച്ച് നമ്മുടെ ജനാലാണ് മേടിച്ചത്. പുള്ളി മേടിച്ചപ്പോൾ നമ്മളോട് കൂടി കറങ്ങി നോക്കിയിട്ട് എങ്ങനെയുണ്ട് കൊള്ളാമെന്ന് പറയാൻ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാനത് പറയാൻ വേണ്ടിയാണ്. മനസ്സിലായല്ലോ. അത്രയ്ക്ക് അടിപൊളിയാണ് ബുഡിങ്. ഇതിന്റെ മാത്രമോ ഇതെന്തുവാ ക്യാമറ വെച്ചല്ലോ. ഇതാണപ്പോ ഹൗസ്. ഹൗസ് ഇവിടെ ആയിരുന്നു. ഹൗസിന്റെ പവറേ അല്ല എന്ത് നമുക്ക് ചെയ്യണ്ട. ഒരു പെട്ടിയും അതിന്റെ ക്രിയേറ്ററിന്റെ തലയും വെച്ച് മെഗാ റെഡ് സ്റ്റോൺ ഹൗസ് ബാലി ഗെയിം നല്ല ഊമ്പിയത്. ഫുഡ് കൊണ്ട് റെസ്റ്റോറന്റ് ഇതെടുത്തിട്ട് കാര്യമൊന്നുമില്ല, നമ്മള് ക്രിയേറ്റീവ് ആണേ. ഇത് മൊത്തം റെസ്റ്റോറൻറ്റും പോയിക്കണം. നമുക്ക് എളുപ്പമല്ലേ എല്ലാം കൂടെ എന്തോ വർക്കായിട്ടുണ്ട്. എന്തോ നല്ല വലുതായിട്ട് വർക്കായിട്ടുണ്ട്. നീ ഇതിനകത്തന്നെ വെച്ചേക്കാം. ബാക്കിയുള്ള പാവങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യത്തുള്ളൂ. വരുമ്പോ കേറണ്ടേ? നീ ഒരിക്കൽ ഒരെണ്ണം മാത്രം കാര്യം എടുത്തുകൊണ്ട് പോടാ. പറയട്ടെ, നീ ഒരെണ്ണം മാത്രം കാര്യം എടുത്തുകൊണ്ട് അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. നിനക്കെന്ത് തോന്നുന്നു? എന്താ അവസ്ഥ? കാടും പടം ഞാൻ പിടിച്ച റിപ്പോർട്ട് ചെയ്യണം മിസ്റ്റർ. ഇതെന്താണ് ഇഷ്ടം? അകത്തെ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട്. അതെ, പൊട്ടിച്ചടിയിലോട്ട് എപ്പോ വെള്ളം കണ്ടാലും വൈച്ചാടോ എന്ന് ചാടണം അല്ലേ? പിന്നെ ചാടോ കുളിക്കാത്തോണ്ട് കുഴപ്പമില്ല. കുളിക്കാതില്ല വെജിറ്റേറിയൻ ചാനലായപ്പോ കുളിക്കാത്തിന്റെ കൂട്ടുകാരായില്ലേ ഇവനെ പറഞ്ഞു ഇവനോട് ഇവനെ കുളിപ്പിക്കുക. ഞാൻ കുളിക്കുന്നുണ്ട്. കൊല്ലാൻ പറ്റുന്നില്ല. കൺട്രോളിങ് വല്ലാണ്ട് ഓടിപ്പോണോ. അടുത്ത വേറെ ഒരു ഉപയോഗമില്ലാത്ത എന്റെ ഒരു ബട്ടർ ബക്കറ്റ്. കൊള്ളാം അല്ല, എന്നിട്ട് എന്നവാ ഇത് ചെയ്യാനുള്ളേ? എവിടെയെങ്കിലും വെള്ളത്തിന്റെ ബട്ടൺ. ഓ, മനസ്സിലായോ? ഫൗണ്ടൻ എനിക്ക് മനസ്സിലായി. അതോടായിട്ട് തന്നെ കിടക്കട്ടെ. അന്നാണ് ഇത്ര വെള്ളം ഇല്ലാതെ കഷ്ടപ്പെടുന്നു. അകത്തോട്ട് വരാം അല്ലേ? ആദ്യം വെളി മാത്രം നിൽക്കി നടക്കണം. അകത്ത് ഇതെന്താണ് ചിന്താണെങ്കിൽ CCTV ക്യാമറയാണോ? ഓ, ഇയാള് മണ്ടേ കൂടെ കയറണം, അടി കൂടെ കയറണം. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ല ഡോറൊക്കെ ബ്ലേഡ് വരയ്ക്കാനോ? ബ്ലേഡല്ല, ബ്ലൈഡ്. ഒന്നുമില്ല, ആ പുള്ളിയുടെ മോന്ത വരയ്ക്കാനുള്ള പരിപാടിയായിരിക്കും. എന്തൊക്കെയോ ആവുന്നുണ്ട്, പക്ഷെ എന്തൊക്കെ അടിച്ചു പോയിട്ടും ഉണ്ട്. ഇതെല്ലാം പുള്ളിക്കാരന്റെ ചെറ്റ പിടിച്ച തലയാണല്ലോ. ചെത്ത തല. ഇവിടെ ആർമൊക്കെ ഉണ്ട്. പോടാ. ആ സുനാപ്പി ഒന്ന് കാണണോ? പുള്ളി ഭയങ്കര കഴിവുള്ള ആളല്ലേ മോനെ. ആ CCTV ക്യാമറ ഒന്ന് കാണുമല്ലോ. CCTV ക്യാമറ ഇല്ല. നോക്കല്ലേ. യൂസ് ആക്കിയാവ
എന്താണെന്ന് എനിക്കാണോ ഇത് ക്യാമറയാണ്. ഇതാണോ ഇങ്ങയുടെ കളിയാണത്? ഈ നമ്മൾ അങ്ങേരാണ് ഈ അങ്ങയുടെ ചെറുത്തരം കാണിക്കുന്നോടാ ഉറപ്പായി. ഇപ്പൊ സാഗർ നീ അങ്ങേരുടെ പേര് കാണിക്കുന്നോടാ ഈ രസമാണ് സീക്രട്ട് റൂം എന്ന് പറഞ്ഞ അവന്മാരെ തന്നെ റൂമിലേക്ക് ഞെക്കി നോക്കാം ഞെക്കി കഴിഞ്ഞ ഒരു തേങ്ങ വരത്തില്ലെന്നാണ് സുഭാഷ് ചന്ദ്രബോസ് പണ്ട് പറഞ്ഞത് എന്നോട്. എന്നിട്ടൊന്നും നടക്കുന്നേ ഇല്ല. റൂമിനകത്ത് ഇതിന് മാത്രം എന്നാ ഉള്ളതെന്ന് കണ്ട ഇവനാണോ ഇവിടുത്തെ കാര്യസ്ഥൻ മുത്തുപ്പാണ്ടി? ഇലവനാണ് വീടിന്റെ കാര്യസ്ഥൻ. അവൻ അണ്ണനെ കസേരനെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. ഇവിടെ ഒരു കസേരയാണല്ലോ അണ്ണന്റെ പേരായിരുന്നു. ചേട്ടന്റെ പേര് ഞാൻ പറഞ്ഞു പോയി. ജനാലാണ് അണ്ണൻ കല്ല് പോലും ലൈറ്റ് എല്ലാ ആർമറും ഉണ്ടെന്നു ഫ്രണ്ടിന് എതിരേറ്റാണെന്ന് അമ്മാരി ലൈറ്റ് ഇപ്പൊ നീ ഓഫ് ചെയ്യുവാണ്. അല്ലേ? അതെ അതെ എന്തിനാണോ നമ്മൾ ഓഫ് ചെയ്യുമല്ലോ ഇടുക നമ്മൾ നെതറേറ്റ് മാത്രമേ കണ്ടത്. ലിഫ്റ്റ് ഉണ്ട്, പക്ഷെ വേറെ സൈഡൊക്കെ ഉണ്ട്, അവിടെ നോക്കിട്ടില്ല. മണ്ടേ കേറിയിട്ടില്ല. അപ്പോഴാണ് അതൊരു വലിയ കാണുന്ന സാധനമൊക്കെ ആദ്യമേ കാണുമായിരുന്നു. ആ മുത്തുപ്പാണ്ടി നമ്മളെ സാറിനെ പറ്റി എന്തോ അപവാദം പറയുന്നുണ്ട്, ജലാളി അണ്ണനെ പറ്റി. അതിന്റെ കൊര കേൾക്കാറുണ്ട്. അങ്ങനെ ഇവിടെ എന്തേലും കാണിക്കട്ടെ. അങ്ങനെ ഒന്നും എന്ത് ജെറ്റ് അത്തോടെ ചാരണോ ഞാനൊന്നും കണ്ടിട്ടില്ല. നമ്മളെന്ന് പറഞ്ഞിട്ട് ഇതല്ലേ അവിടെ ഉണ്ടായിരുന്നു. ഈ മാസങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി പിടിച്ചത്. XP പോഷൻ എവിടെ കയറിയിരിക്കണം. സൗണ്ട് എഫക്റ്റ് ഉള്ളു ഒത്തിനുള്ള മതിയോ മാത്രമല്ലടാ ഒരെണ്ണമെല്ലാം ഡ്രോപ്പ് ആവും. ഇനി നമുക്ക് അടുത്ത് നോക്കല്ലേ. അത് ഡാറ്റ കണ്ട അടുത്ത സ്ഥലത്തോട്ട് അത് കൺട്രോൾ സെന്റർ എന്തൊക്കെയോ ഇഷ്ടം പോലെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. മിക്കവാറും ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമുക്ക് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ കഴിയില്ല. ലിഫ്റ്റ് താഴോട്ടോ മേളോട്ടോ പോകുന്ന ലിഫ്റ്റ് ഉണ്ട്. ഇവിടുന്ന് നേരെ താഴോട്ട് വെച്ചാൽ അല്ലടാ ഇത് കാണുന്ന സാധനം ആദ്യം കണ്ടു കഴിഞ്ഞാൽ മണ്ടഭാഗത്ത് പിന്നെ ഒന്നും ഇല്ലല്ലോ, നമ്മളൊന്ന് നിരാശയായി പോകത്തില്ലേ. നിരാശരായിക്കോട്ടെ. വർക്കിംഗ് ആണോ? നല്ല പോലെ വർക്കിംഗ് ആണ്. പണി വെച്ചേക്കുന്നു. എനിക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മള് തിരിച്ചു വേറെ അല്ലാതെ തന്നെ സ്വന്തം സ്ഥലത്ത് അത്ര വേണ്ടത് നമ്മളെ ഇത്രയും കണ്ടാ മതിയാ. നീയൊക്കെ കറണ്ടുകാർക്ക് ഇച്ചിരി കൂടുതൽ കിടക്കട്ടെ. അല്ല നെതറേറ്റ് സംഭവം ഇല്ല എങ്കിൽ നെതറേറ്റിന്റെ അപ്ഡേറ്റ് ആകുന്നതിനില്ല. അതല്ല അത് ഓപ്പൺ ആവുന്ന സിനാപ്ലി അപ്പുറത്തായിരിക്കും ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ അപ്പുറത്തെ അപ്പുറത്തെ വേറെ ഇതൊക്കെ
ആ ഇവിടെ ഉണ്ടോ അല്ല ഇതൊന്നും ഇത് അത് തന്നെ അത് തന്നെ മാറ്റിക്ക് അതെയാ ഇത് പറയാൻ പറ്റില്ല വേറെ ഒരെണ്ണം ഓണാക്കാനും ഒരെണ്ണം ഓഫാക്കാനും പക്ഷെ നീയാണ് അത് ഞാൻ ഇതാണ് നമ്മളെ ടി വി ഇതാണ് പക്ഷെ ടി വിയുടെ കേബിൾ കട്ട് ചെയ്തിട്ടേക്കുക ജലാലയണ്ണന്റെ പിള്ളേര് ടി വി കാണാതിരിക്കാൻ ചെസ്റ്റ് ഉണ്ട് ഇവിടെയാണ് കിച്ചൺ പിള്ളേരുടെ പരീക്ഷ ഒക്കെ കഴിഞ്ഞു എങ്ങാനും ഒരു സൈക്കോ ആണ് ലാർജ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ ഒന്നുമില്ല സ്റ്റൗവിന് ഇതെടുത്ത് ഫർണൈസ് എടുത്ത് രണ്ടെണ്ണം ടെക്സ്ചർ മാറ്റി ഇട്ടേക്കുന്നത് സ്റ്റൗ ആണ് നോക്കുന്നോളാ ചിലപ്പോ നമ്മൾ എന്തെങ്കിലും കത്തിക്കുന്ന സമയത്ത് അവിടെ തീ വരുമായിരിക്കും തീയും പാത്രം വല്ലോ എനിക്കറിഞ്ഞൂടാ അടുത്തതിനോട് കേട്ടോ അഭിനവാറ് ഇപ്പഴാ കത്തിയത് ഇവിടെ ഏതാണ്ട് ഒരു സ്പ്രിങ് ഏതാണ്ട് ഉണ്ടായിരുന്നു സ്പ്രിങ്ങും പൊട്ടിയപ്പോ കാർബേറ്റും പോയതാ അങ്ങനെ കാർപ്പറ്റ് വെക്കാൻ പറ്റില്ല ഒരു കാർപ്പറ്റിന്റെ മണ്ടയിലും അടുത്ത കാർപ്പറ്റ് വെക്കാൻ പറ്റും ഇവിടെ ബട്ടൺ ഒരു തേങ്ങയില്ല മുത്തുപ്പാണ്ടി ഡൈനിങ് ടേബിൾ മുത്തുപ്പാണ്ടി എന്തൊക്കെയാ പറഞ്ഞു ചെറുപുറത്തോണ്ട് നടക്കുന്നത് നിനക്കൊന്ന് മാനസിലടാ നമുക്ക് മണ്ടയിലോട്ട് പോയി നോക്കാം വെള്ളിലോട്ട് പോയി നമുക്ക് മണ്ടയിലോട്ട് നമ്മള് പക്ഷെ ഇതുവഴി എല്ലാം വന്നു മണ്ടയിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം ഇല്ല എന്നാണ് നിന്റെ ഒരു അഭിപ്രായം നിന്റെ അഭിപ്രായം ഒരു ഇതിലാണ് ബെഡ്റൂം ഇവിടെ തന്നെ നമ്മുടെ ബെഡ്റൂം ക്രാഫ്റ്റിംഗ് ടേബിളാടാ ഓ ഇവന്റെ കൊണ്ടായിരുന്നു ഞാൻ എന്തൊക്കെയോ ഉണ്ടാക്കുന്നത് ക്യാമറ ഉണ്ട് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ എന്തുവാണ് അതിനകത്ത് എന്തുവാ വന്നിട്ട് വഴിയുണ്ട് കേട്ടോ കണ്ടോടത്തല്ല ക്യാമറ എടുത്ത് വെച്ചേക്കുക കുളിമുറിയിലും ക്യാമറ വല്ലതും വെച്ച് കാണും പറയാൻ പറ്റില്ല ഇങ്ങനെ വെക്കും ഇങ്ങനെ അങ്ങനത്തെ ടൈപ്പോ ഇങ്ങനെ വെക്കും എന്തായാലും അത് വെളിയിലത്തെ വിശ്വസിച്ച കളിച്ചത് വിശ്വസല്ലേ ദൈവമേ കാണിച്ച് ഒരു കാര്യം ഇവന്റെ യഥാർത്ഥ പൂർണ്ണനാവാം ചുമ്മാ ഗൈസ് എല്ലാം പിന്നെ ഞാൻ പറയുന്നത് ഞങ്ങളെ റിയൽ നെയിം പറയാൻ തോന്നുന്നുണ്ട് ഒരിക്കലും ഇല്ല പറയത്തില്ല എത്താലും ഞാൻ പറയത്തില്ല സോളാർ പാനലൊക്കെ ഉണ്ട് ഇവിടെ എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് ഇതൊന്നും കാണണ്ടോ കൊച്ചുള്ളാര് പിള്ളേർക്ക് വേണ്ടിയല്ല നമ്മള് വീട് മുത്തുപാട്ടി എന്താ എന്നെ പറ്റി നീ അബോധം പറയുന്നത് മര്യാദക്ക് അബോധം ഒന്നും പറയാതിരിക്കും എന്തുവാ കഞ്ചാവ് തന്നെ മയക്കാൻ നോക്കുക മുത്തുപ്പാണ്ടി എനിക്കെങ്ങും വേണ്ട അതിന്റെ എനിക്കെങ്ങും വേണ്ട നിന്റെ കഞ്ചാവ് ഞാൻ അണ്ണന്റെ നടന്നിക്കൂത്ത് ഞാൻ ഓ ഇതേതായാലും ഇന്നെങ്ങും ഇവിടെ ഇഷ്ടം പോലെ കാണാറുണ്ട് ഏതായാലും ഇത് ഇന്നെങ്ങും ഹെലികോപ്റ്റർ ഏതായാലും ഇതൊക്കെ എന്തുവാണ് അപ്പുറത്ത് ആ ഒരു സ്ഥലത്തോട്ട് നോക്കടാ അവിടെ എന്താ ആ വലിയ ബിൽഡിങ് ഇതോ അതെനിക്കറിയാലോ ലൈറ്റ് ഹൗസ് ആ അപ്പുറത്തെ ആ വലിയ ബിൽഡിങ് ഇതേതായാലും നമുക്ക് ഒരു എപ്പിസോഡ് കൊണ്ട് തീർക്കാൻ കഴിയില്ല ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.
അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ